ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളോട് വിയോജിപ്പുണ്ടെന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ വിമർശനം. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന് എന്ത് പ്രസക്തിയെന്ന ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഇന്ന് ചോദിച്ചു. ദേവസ്വം സ്വത്തുക്കൾ കൈക്കലാക്കുന്നത് തടയാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A. പത്മകുമാർ, മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. ആരുമല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സർവ്വവ്യാപിയായി. എല്ലാം പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ബോർഡ് എന്തിനാണെന്നും കോടതി ചോദിച്ചു. സാക്ഷിയാക്കേണ്ട തന്നെ SIT പ്രതി ചേർത്തെന്ന് ഗോവർദ്ധൻ കോടതിയിൽ പറഞ്ഞു. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളിയെന്ന് എഴുതിയത് മനഃപൂർവ്വം അല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വാദം. 3 പ്രതികളുടെയും ജാമ്യഹർജികൾ SIT എതിർത്തു. ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ അനധികൃതമായി കൈക്കലാക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാണോ എന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ വാക്കാൽ ചോദിച്ചു. വിഷ്ണു സുരേഷ്, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.